യേശുവിനമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും നാം രക്ഷകരും കുരിശിൽ രക്ഷകരും കുരിശിൽ നമ്മുടെ നാഥൻ രക്ഷകനേശുവിനമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും നാം രക്ഷകരും കുരിശിൽ രക്ഷകരും കുരിശിൽ. പുനരുത്ഥാനവുമേ കുരിശിൽ ജീവൻ രക്ഷയുമതുപോ പുനരുത്ഥാനവുമേ കുരിശിനാലേ മനുജരുമെല്ലാം പാപവിമോചിതരാ പാപവിമോചിതരാ നമ്മുടെ നാഥൻ രക്ഷകനേശുവിനമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും നാം രക്ഷകരും കുരിശിൽ രക്ഷകരും കുരിശിൽ. ജീവൻ രക്ഷയുമതുപോ പുനരുത്ഥാനവുമേ കുരിശിൽ ജീവൻ രക്ഷയുമതുപോ പുനരുത്ഥാനവുമേ കുരിശിനാലേ മനുജരുമെല്ലാം പാപവിമോചിതരാ പാപവിമോചിതരാ നമ്മുടെ നാഥൻ രക്ഷകനേശുവിനമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും നാം രക്ഷകരും കുരിശിൽ രക്ഷകരും കുരിശിൽ. വിശ്വാസികളെ ലേപനം ചെയ്യാനുള്ള തൈലങ്ങൾ വിശുദ്ധ വാരത്തിൽ കത്തീഡ്രലിൽ വെച്ച് വൈദിക സമൂഹം ഒന്നിച്ച് ദൈവബലി അർപ്പണ വേളയിൽ അഭിമന്യ മെത്രാൻ ആശീർവദിച്ച് 3 തൈലങ്ങളാണ് സഭയിൽ ഉപയോഗിക്കുന്നത്. ജ്ഞാനസ്നാനാർത്ഥികളുടെ തൈലം, രോഗീലേപനാവസരത്തിൽ പൂശാനുള്ള തൈലം, വിശുദ്ധ ക്രിസം. ഈ വിശുദ്ധ തൈലങ്ങൾ നമ്മുടെ മധ്യേ ഇപ്പോൾ സംവഹിക്കുന്ന കർമ്മത്തിൽ ഭക്ത്യാദരവോടെ നമുക്ക് പങ്കുചേരാം. രോഗീലേപനത്തിനുള്ള തൈലം വയലറ്റ് നിറത്തിലുള്ള അലങ്കാരത്തോടെ നമ്മുടെ ഇടവകയിലെ നേഴ്സായ ജ്യോതി വഹിക്കുന്നു. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ദൈവജനം ഒന്നു ചേർന്ന് ദൈവമേ അങ്ങ് എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ എന്നേറ്റു പറയാം. സർവശക്തനായ ദൈവമേ, രോഗികളെയും വാർദ്ധക്യത്തിലായവരെയും ക്രിസ്തുനാഥന്റെ രക്ഷാകര സഹനത്തിൽ പങ്കുചേർക്കുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. രോഗി ലേപന കൂദാശയിലൂടെ അനുതപിക്കുന്ന രോഗികൾക്ക് പാപമോചനവും മനഃശക്തിയും രോഗസൗഖ്യവും നൽകുവാൻ തിരുമനസ്സായ ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ.
ജ്ഞാനസ്നാനാർത്ഥിക്കുള്ള തൈലം പച്ച നിറത്തിലുള്ള അലങ്കാരത്തോടെ മതാധ്യാപകനായ ജെയിംസ് സാർ കൊണ്ടുവരുന്നു. ദൈവിക ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുകയും ദൈവിക ശ്വാസത്താൽ ജീവൻ പകരുകയും ചെയ്ത സർവേശ്വര, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഉത്ഭവ പാപത്തിൻ്റെ മാലിന്യമകറ്റി പരിശുദ്ധാത്മശക്തിയാൽ നിറയ്ക്കാനായി ജ്ഞാനസ്നാനാർത്ഥികൾക്കായുള്ള ഈ തൈലം ആശീർവദിച്ച ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. വിശുദ്ധ ക്രിസ്സം സ്വർണ്ണ നിറമുള്ള അലങ്കാരത്തോടെ CTC സഭാംഗമായ സിസ്റ്റർ മാജിസ്റ്റ കൊണ്ടുവരുന്നു. ഏകജാതനായ ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാൽ പ്രവാചകനും പുരോഹിതനും ഇടയനുമായി അഭിഷേകം ചെയ്ത ദൈവമേ, ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യം വഴി അങ്ങേ മക്കൾക്കായി വീണ്ടെടുക്കപ്പെട്ടവർക്ക് ജ്ഞാനസ്നാനത്തിലും സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ടത്തിലും പരിശുദ്ധാത്മാഭിഷേകം നൽകുവാനും ദേവാലയവും ബലിപീഠവും അവിടുത്തെ മഹത്വത്തിനായി പ്രതിഷ്ഠിക്കുവാനും വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പര്യായമായ വിശുദ്ധ ക്രിസം ആശീർവദിച്ച ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ബലിപീഠവും വിശുദ്ധ തൈലവും ധൂപിക്കുന്നു. തത്സമയം വലിയ വേഴാഴ്ചയിലെ പ്രവേശന പ്രഭിനിതം നമ്മുടെ നാഥൻ രക്ഷകനേശുവിൻ ഗായക സംഘം ആലപിക്കുന്നു. നമ്മുടെ നാഥൻ രക്ഷകനേശുവിനമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും രക്ഷകരും കുരിശിൽ, രക്ഷകരും കുരിശിൽ. നമ്മുടെ നാഥൻ രക്ഷകനേശുവിനമൂല്യമാം കുരിശിൽ അഭിമാനിക്കണമെന്നാളും രക്ഷകരും കുരിശിൽ, രക്ഷകരും കുരിശിൽ. ദിവ്യബലി ആരംഭിക്കുക കുരിശടയാളത്തോടും ത്രിത്വസ്തുതിയോടും കൂടിയാണ്. നമ്മുടെ ശരീരത്തിൽ കുരിശടയാളത്തിൽ സ്പർശിച്ചുകൊണ്ട് നാം ഈ ബലിയിൽ പങ്കാളികളാണെന്ന് അനുസ്മരിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കൂട്ടായ്മയുടെയും രക്ഷയുടെയും ഉറവിടം പരിശുദ്ധ തൃത്വമാണ് എന്ന് അനുസ്മരിച്ചുകൊണ്ടാണ് ത്രിത്വസ്തുതി നടത്തുക. ഈ പ്രാരംഭ കർമ്മങ്ങളെ ഒന്നിച്ചുള്ള നമ്മുടെ പങ്കാളിത്തം ദൈവജന സമൂഹമായി നമ്മെ ഐക്യപ്പെടുത്തുകയും പിതാവിൻ്റെ മക്കൾ എന്ന കൂട്ടായ്മ ബോധം നമുക്ക് നൽകുകയും ചെയ്യുന്നു. ഇന്നേ ദിനം നമ്മൾ അത്യുന്നതങ്ങളിൽ ചൊല്ലുന്നു. ഇത് പാടുമ്പോൾ മണികൾ മുഴക്കുന്നു. പ്രസ്തുത ഗാനം പാടിത്തീരുന്നത് മുതൽ പെസഹ ജാഗരത്തിലെ അത്യുന്നതങ്ങളിൽ പാടുന്നതുവരെ മണികൾ നിശബ്ദരായിരിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും
നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ബലിവേദിയിലെ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, ഏറ്റവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ക്രിസ്തുനാഥൻ നമുക്ക് കാണിച്ചു തന്ന വലിയ മാതൃകയുടെ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷയുടെ മാതൃകയായിട്ട് പാദക്ഷാളനം നടത്തുന്നു. അതിനായി യേശുനാഥൻ തിരഞ്ഞെടുത്ത തൻ്റെ 12 അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിക്കുന്ന ശിഷ്യഗണത്തിന് വേണ്ടി നമ്മുടെ ഇടവകയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ വിശുദ്ധ ഔസേപ്പ് പിതാവ് വർഷത്തിൽ ജോസഫ് നാമധാരികളായിട്ടുള്ള പ്രത്യേകിച്ച് പിതാക്കന്മാരായ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ബലിവേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും സ്നേഹപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഇവർ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ഇടവകയിലെ എല്ലാ ജോസഫ് നാമധാരി പിതാക്കന്മാരെയും, ഇന്നിവിടെ ഈ വിശുദ്ധ കർമ്മങ്ങളിൽ പങ്കുചേരുവാൻ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യദിനത്തിൻ്റെ എല്ലാവിധ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. ഏറ്റവും പരിശുദ്ധമായ പെസഹ ത്രിദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന വലിയ സത്യങ്ങൾ, യേശു നമുക്കായി മുറിക്കപ്പെട്ട അപ്പമായി തീർന്നു. അവിടുന്ന് ഈ ഭൂമിയിലേക്ക് അഴക്കപ്പെട്ടതും അവിടുന്ന് ഈ ഭൂമിയിൽ നമുക്കായി ചെയ്തതും സ്നേഹത്തിൻ്റെ ഒരു കൂദാശയായി തീരുവാൻ വേണ്ടിയാണ്. സ്വയം ദാനം ചെയ്യുന്ന സ്നേഹത്തിൻ്റെ വലിയ ഓർമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യമായി പരിശുദ്ധ കുർബാന യേശുനാഥൻ നമുക്കായി എന്നും പൂർണ്ണമായി നിത്യമായി നൽകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളം. ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണം നമ്മളിന്ന് ആഘോഷിക്കുന്നു. അതോടൊപ്പം അനുദിനം അനുനിമിഷം ലോകം മുഴുവനും ഈ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുവാനായി ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശുനാഥൻ സ്ഥാപിച്ച ഏറ്റവും ദൈവത്തിൻ്റെ ദാനമായ പൗരോഹിത്യത്തെയും നമ്മൾ ഇന്ന് അനുസ്മരിക്കുകയാണ്. ദൈവം നമുക്കായി തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത സഭയിലെ എല്ലാ പുരോഹിതന്മാരെയും ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മൾ സ്മരിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാന്മാരെയും കർദിനാൾമാരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ആരംഭം മുതൽ പല നിമിഷങ്ങളിലായിട്ട് അനുഗ്രഹമായി കടന്നു വന്നിട്ടുള്ള എല്ലാ നമ്മുടെ വൈദികരെയും നമുക്കിപ്പോൾ ഓർമ്മിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ വാക്കുകളിലൂടെ പെരുമാറ്റത്തിലൂടെ ഏതെങ്കിലും പുരോഹിതന്മാർക്കെതിരെ നമ്മൾ എന്തെങ്കിലുമായി ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഏതെങ്കിലും പുരോഹിതർ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ ഓർത്തുകൊണ്ടും ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. അവരോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ സ്നേഹത്തോടുകൂടി സഭയിലെ എല്ലാ വൈദികരെയും പൗരോഹിത്യം സ്വീകരിച്ച എല്ലാ അഭിഷക്തരെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വളരെ പരമപ്രധാനമായ ഒന്നാണ് നൽകുന്നതിൻ്റെ സ്വയം ശുശ്രൂഷയുടെ അടയാളമായി യേശു നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അവിടുന്ന് പാപികളായ നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മുടെ പാദങ്ങളിൽ അവിടുന്ന് കുനിഞ്ഞ് കഴുകി വിശുദ്ധീകരിച്ച്
സ്വർഗ്ഗതുല്യമാക്കുന്ന ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തുവാൻ എത്രമാത്രം ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഈ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയ എല്ലാ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യ സ്നേഹത്തിൽ ജീവിക്കുവാൻ, ദിവ്യകാരുണ്യ കേന്ദ്രീയമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ് പരിശുദ്ധ കുർബാന. ആ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ള നിമിഷങ്ങൾ ഓർത്ത് നമുക്ക് അനുദപിക്കാം. അയോഗ്യതയോടുകൂടി ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുള്ള എല്ലാ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിക്കാം. ദൈവസന്നിധിയിൽ അറിഞ്ഞും അറിയാതെയും പോയ എല്ലാ നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയോമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നേവ താഴ്മയാ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, പാദനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, പാദനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു.
ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സി പവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു തനേകനം നാഗനം അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകപുത്രൻ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനിരിക്കെ പരമപരിശുദ്ധ അത്താഴത്തെ നവീനവും സനാതനവുമായ ബലിയും അവിടത്തെ സ്നേഹവിരുന്നുമായി സഭയെ ഫലമേൽപ്പിച്ചുവല്ലോ. ഇത്ര മഹത്തായ ഈ രഹസ്യത്തിൽ പങ്കുകൊള്ളുവാൻ ഞങ്ങൾ സ്നേഹത്തിൻ്റെയും ജീവന്റെയും പൂർണ്ണത പ്രാപിക്കുന്നതിന് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദൈവവചന പ്രഘോഷണ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1-ാം വായനയിൽ പഴയ നിയമത്തിലെ പെസഹ ആഘോഷത്തിന്റെ ആചാരങ്ങളെപ്പറ്റി കർത്താവ് മോശയോട് സംസാരിക്കുന്നത് നാം ശ്രവിക്കുന്നു. 2-ാം വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഈശോ എപ്രകാരം പെസഹ ആചരിച്ചുവെന്നും അത് എപ്രകാരം നമുക്കായി പകർന്നു തന്നുവെന്നും പഠിപ്പിക്കുന്നു. സഭയുടെ ആരംഭം മുതൽ വിശുദ്ധ കുർബാനയെ ആരാധനാക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി ക്രിസ്ത്യാനികൾ കണക്കാക്കി പോരുന്നുവെന്ന് നാം ശ്രവിക്കുന്നു. വിശുദ്ധ കുർബാനയും ഭിന്നിപ്പും ഒന്നിച്ചു പോവുക സാധ്യമല്ലെന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ സമൂഹം ഒന്നായിരിക്കണമെന്നും അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുന്നു. ഭക്തിയോടുകൂടി ഈ വചനഭാഗങ്ങൾ നമുക്ക് ശ്രവിക്കാം. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവിൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തെയും പങ്കു ചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിള കാലുകളിലും
മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈകളിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നു എന്നതിൻ്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ. ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന്റെ അമൂല്യമാണ്. കർത്താവേ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുന്ന് എൻ്റെ ബന്ധനങ്ങൾ തകർത്തു. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ ബലിയർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമത്രേ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നുള്ള വായന. സഹോദരരെ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. സുവിശേഷമവനിലരുള അഭിഷേകം ചെയ്തന്നെ പരിപാവനാത്മനിറവ പരിപൂരിതനായി മന്നിൽ. സുവിശേഷമവനിലരുള അഭിഷേകം ചെയ്തന്നെ പരിപാവനാത്മനിറവ പരിപൂരിതനായി മന്നിൽ. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. സുവിശേഷമവനിലരുള അഭിഷേകം ചെയ്തന്നെ പരിപാവനാത്മനിറവ പരിപൂരിതനായി മന്നിൽ. പരിപൂരിതനായി മന്നിൽ.
പരിപൂരിതനായി മണ്ണിൽ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന് അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. യേശു പ്രതിഭജിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. അവരുടെ പാദങ്ങൾ കഴുകിയതിന് ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, തിരുവത്താഴ സമയത്ത് ശിഷ്യന്മാരുടെ സ്ഥാനം അലങ്കരിക്കുന്ന ഈ ഇടവകയിലെ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ യൗസേപ്പ് വർഷത്തിൽ ഈ ഇടവകയിൽ യൗസേപ്പിൻ്റെ പേരിന് അർഹരായ ഇടവകയുടെ പിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നലെ മലയാള മനോരമയിൽ ഒരു കോളത്തിൽ ഒരു വാർത്ത വന്നു. കോട്ടയം ജില്ലയുടെ കുമരകം എന്ന സ്ഥലത്തിന് സമീപം 7 വയസ്സുകാരി പെൺകുഞ്ഞ് റമീഷ വെള്ളത്തിൽപ്പെട്ടു മുങ്ങി മരിക്കുവാൻ പോകുന്നു. രംഗം കണ്ട് വിസ്മയഭരിതനായ കാശിനാഥ് എന്നു പേരായ 10ാം ക്ലാസ്സുകാരൻ
സൈക്കിളിൽ പോയെങ്കിലും സൈക്കിൾ വലിച്ചും എറിഞ്ഞിട്ട് അവിടെ ചെന്ന് ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി അമ്മയെ ഏൽപ്പിച്ചു. ആ കുഞ്ഞിൻ്റെ രക്ഷകനായി. ദൈവജനത്തെ മോചിപ്പിക്കുവാൻ ദൈവത്താൽ അയക്കപ്പെട്ട മോസസ് ആ വലിയ ജനത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ആ ജനത്തിൻ്റെ രക്ഷകനായി. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിത്യനാശത്തിൻ്റെയും അടിമത്തത്തിൽപ്പെട്ട ഈ ലോക ജനതയെ രക്ഷിക്കുവാനായിട്ട് യേശു ക്രിസ്തു രക്ഷകനായി ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മെ രക്ഷിച്ചു. ഇന്ന് ക്രൈസ്തവ ലോകം ഒന്നടങ്കം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പെസഹ ആചരിക്കുകയാണ്. ഈ പെസഹായെ രാത്രികളുടെ രാത്രി എന്നാണ് ഒരു പ്രകാരത്തിൽ വിളിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ്. നീണ്ട 430 വർഷക്കാലത്തോളം ദൈവജനം അന്യരാജ്യത്ത്, അടിമത്ത രാജ്യത്ത് അടിമകളായി കഴിയുകയായിരുന്നു. ഈജിപ്തുകാരുടെ ഭീകരമായ നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ കൊണ്ട്, പീഡനങ്ങൾ കൊണ്ട്, ശാരീരിക പീഡന കൊണ്ട് ആ ഇസ്രായേൽ ജനം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? രക്ഷപ്പെടുവാൻ യാതൊരു മാർഗവുമില്ല. പക്ഷേ ദൈവം ആ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം മോസസിനെ പറഞ്ഞു വിടുന്നു, എൻ്റെ ജനത്തെ നീ ഈജിപ്തിൽ ചെന്ന് മോചിപ്പിച്ച് കൊണ്ടുവരണം എന്ന് ദൈവം കൽപ്പിച്ചു. അതുകൊണ്ട് ബൈബിളിൻ്റെ പശ്ചാത്തലം നീണ്ടങ്ങോട്ട് പോകുന്നെങ്കിലും ചുരുക്കമായിട്ട് പറയാം. ദൈവം 10 മഹാമാരികൾ ആ ഈജിപ്ത് ദേശത്ത് കൊണ്ടുവന്നു. നമ്മളൊക്കെ ഇന്ന് ഒരു മഹാമാരിയെക്കുറിച്ച് പറയുന്നുവെങ്കിൽ അന്ന് ഈജിപ്ത് രാജ്യത്ത് ദൈവം 10 മഹാമാരികൾ കൊണ്ടുവന്നു. 10ാമത്തെ മാരി ഇതാണ്. ഈജിപ്തുകാരുടെ ആദ്യ ജാതരയെല്ലാം നശിപ്പിച്ച് സംഹാരദൂതൻ, ദൈവദൂതൻ കടന്നു പോകും. ദൈവദൂതൻ അങ്ങനെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യ ജാതർക്ക് ഒന്നും സംഭവിക്കില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യ ജനത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു വ്യവസ്ഥ ഇതാണ്. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ സംഹാരദൂതനെ മനസ്സിലാക്കുവാൻ ഇസ്രായേൽ ജനത്തിൻ്റെ വീടുകളിലെ കട്ടിളപ്പടികളിലും മേൽപ്പടികളിലും തങ്ങൾ കൊന്ന പെസഹ ആചരിക്കുവാനായിട്ട് തങ്ങൾ കൊന്ന രക്തത്തിൻ്റെ, കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് അവിടെ തളിക്കണം.
ഈജിപ്തുകാരുടെ ആദ്യജാതി നശിപ്പിച്ചുകൊണ്ട് സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ ദൈവജനത്തിൻ്റെ ആദ്യജാതി രക്ഷപ്പെട്ടിരിക്കും. അങ്ങനെ പെസഹ ആചരിച്ചു. ആ പെസഹയാണ് എല്ലാ വർഷവും യാതൊരു മുടക്കവും കൂടാതെ യഹൂദ സാമ്രാജ്യം ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവും അത് ആചരിച്ചു. യേശു ക്രിസ്തുവും വിശുദ്ധ യൗസേപ്പും കന്യകമാതാവും അടങ്ങിയ കുടുംബം അത് വളരെ ഭംഗിയായിട്ട് എല്ലാ വർഷവും ആചരിച്ചു. എന്നാൽ സംഹാരദൂതൻ കടന്ന് പോയി. ദൈവജനവും ആ പ്രദേശത്തു നിന്നും മരുഭൂമി കടന്നു, ചെങ്കടലും കടന്നു, കാനാദേശത്ത് എത്തി. അതേസമയം ഈ കടന്നുപോകൽ എന്ന് പറയുമ്പോൾ ഇസ്രായേലെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് നൽകിയ വലിയ വലിയ അനുഗ്രഹമായിരുന്നു. ഇത് ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ കർത്താവ് സ്ഥാപിക്കാനിരുന്ന പുതിയ പെസഹയുടെ നിഴലായിരുന്നു. ദൈവജനം നീണ്ട 40 വർഷക്കാലത്തോളം മരുഭൂമിയിൽ ആയിരുന്ന സന്ദർഭത്തിൽ അവർക്ക് 40 വർഷക്കാലത്തോളം ഭക്ഷിക്കാൻ മാത്രമല്ല അനേകം പ്രാഥമിക ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകൃത കാണുന്നില്ല. അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മന്ന അവർ ഭക്ഷിച്ചെങ്കിലും ആ സ്ഥലം വിട്ടപ്പോൾ മന്ന നിലച്ചുപോയി. കാരണം മന്ന വർഷവും വിശുദ്ധ കുർബാനയുടെ ഒരു ചെറിയ നിഴലായിരുന്നു. 5 അപ്പം കൊണ്ട് 2 മത്സ്യം കൊണ്ട് യേശു ഒരു അത്ഭുതം ചെയ്തു. സ്ത്രീകളും കുഞ്ഞുകുട്ടികളും ഒഴികെ 5000-ഓളം വരുന്ന പുരുഷന്മാരെ തീറ്റിപ്പോറ്റി. മിച്ചം വന്നവ ശേഖരിച്ചു. സുവിശേഷകന് എടുത്തു പറയുന്നൊരു വാചകമുണ്ട്: എല്ലാവരും ഭക്ഷിച്ചു സംതൃപ്തരായി. പക്ഷേ സുവിശേഷകൻ പറയാത്ത വേറൊരു ആശയം വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം. പരുപരുത്ത മണൽത്തരികളിലിരിക്കേണ്ടവരെ അവിടുന്ന് മെത്തയ്ക്ക് തുല്യമായ പച്ചപ്പുല്ലിൽ ഇരുത്തി. പരിമിതികളുടെ പുല്ലിലിരിക്കേണ്ടവരെ അവിടുന്ന് സമൃദ്ധിയുടെ പുല്ലിലിരുത്തി. സുവിശേഷകൻ പറയുന്നു, എല്ലാവരും ഭക്ഷ്യ സംതൃപ്തരായി. അങ്ങനെ സംതൃപ്തരാകണമെങ്കിൽ ആ ഇരിപ്പും നന്നായിരിക്കണം. ഈ ദേവാലയത്തിൽ എന്ത് രസകരമായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ല ഇരിപ്പാണെന്ന് തോന്നുന്നു. ശിഷ്യന്മാരെന്ത് രസകരമായ ഇരിപ്പാണ്. കുടുംബനാഥം ജോസഫ്മാർ നല്ല രസകരമായിട്ട് ഇരിക്കുന്നുണ്ട്. ആളുകളൊക്കെ എന്ത് രസകരമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരാധന ക്രമങ്ങൾ നടക്കുവാൻ പങ്കെടുക്കുവാൻ സന്തോഷമുണ്ട്. ആ ഇരിപ്പ് ശരിയായത് കൊണ്ടാണ്. അതുപോലെ ആ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതം കൊണ്ട് ഭക്ഷ്യ സംതൃപ്തരായ ജനങ്ങൾക്ക് സന്തോഷത്തിന് അവസരം കിട്ടിയത് നല്ലൊരു സാഹചര്യം കിട്ടിയത് കൊണ്ട് കൂടിയായിരുന്നു.
എന്നാൽ ഇതൊക്കെ പരിശുദ്ധ കുർബാനയുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. അത്താഴ സമയത്താണ് അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. 3 കാര്യങ്ങളാണ് അവിടെ വികാരിച്ചൻ തുടക്കത്തിൽ പറഞ്ഞു. അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പൗരോഹിത്യം സ്ഥാപിച്ചു, പരസ്നേഹത്തിൻ്റെ കൽപ്പനയും സ്ഥാപിച്ചു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യണമെന്നും കൽപ്പിച്ചു. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുക തന്നെ ചെയ്യും. ഇനി ബലിയർപ്പിക്കാൻ ഏതെങ്കിലും കാരണവശാൽ പുരോഹിതന്മാർ ഇല്ലാതെ വന്നാൽ ദൈവം ഇടപാട് ചെയ്യും. നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല. ദൈവം തന്നെ ഇടപാട് ചെയ്യും. കാരണം ബലിയർപ്പണം ലോകത്ത് നടന്നിരിക്കണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അത് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ വലിയ പൗരോഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഇത്രയും വലിയ ഒരു നിധി ദൈവം വെച്ചിരിക്കുന്നത് ഇരുമ്പ് പാത്രത്തിലല്ല, വെറുതെ ഒരു മൺകുടത്തിലാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ദൈവം പത്രോസിനോട് പറഞ്ഞതുപോലെ, പത്രോസേ, നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യ ക്രൈസ്തവ സമൂഹം കർത്താവിൻ്റെ അപ്പോസ്തലന്മാർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രവർത്തനങ്ങള് ദൈവത്തിൻ്റെ മുൻപില് സ്വീകാര്യപ്രദമാകുവാൻ വേണ്ടി ജനം പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പൗരോഹിത്യം തുറന്നു പോകണമെങ്കിൽ വിശ്വാസികളുടെ നിരന്തരമായ ആത്മാർത്ഥമായ പ്രാർത്ഥന ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, വിളവ് ധാരാളമുണ്ട്, വിലക്കാർ ചുരുക്കമാണ്. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു, പൗരോഹിത്യം സ്ഥാപിച്ചു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സന്ദർഭത്തിൽ 12 അപ്പോസ്തലന്മാരുമുണ്ടായിരുന്നു. തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസിനെയും തന്നെ തള്ളിപ്പറയാനിരുന്ന പത്രോസിനെയും രംഗങ്ങൾ കണ്ട് ഭയന്ന് വിറച്ച് കർത്താവിനെ ബന്ധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമയം കണ്ടപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയെങ്കിലും ആ ശിഷ്യന്മാരെല്ലാവരെയും തന്നെ അവിടുന്ന് ഒരു കുടക്കീഴിൽ നിർത്തി. അത് കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദൈവജനം രക്ഷപ്പെടുവാനായിട്ട് സംഹാരദൂതനെ അയച്ചുവെങ്കിലും അതൊരു ശിക്ഷ പോലെ തോന്നലേ നമുക്ക് തോന്നാമെങ്കിലും ഇവിടെ ശത്രുവിനെല്ലാം ഒരു കിടക്കീഴിൽ കൊണ്ടുവന്നു എന്നതാണ് കർത്താവിൻ്റെ ഒരു വലിയ പ്രത്യേകത. നമ്മൾ ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. 3-ാമത്തേതാണ് അവിടുന്ന് പരസ്നേഹത്തിൻ്റെ കൽപ്പന. വളരെ മനോഹരമായ ഒരു സന്ദേശമാണത്. അപ്പോസ്തലന്മാരുടെ ഇടയിൽ തങ്ങളിൽ വലിയവൻ ആരായിരിക്കണമെന്ന് ഉള്ള സംസാരങ്ങൾ എപ്പോഴും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്വർഗരാജ്യത്ത് തങ്ങളായിരിക്കുമ്പോൾ ആരായിരിക്കും വലിയവൻ? അവിടെ ചോദ്യമാണ്, അവിടെ സംശയങ്ങളാണ്. ഇതെല്ലാം കർത്താവ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്തു. യഹൂദ ആചാരം അനുസരിച്ച്
സാമാന്യം ഒരു യാത്രയും കഴിഞ്ഞ് ഭവനത്തിൽ അകത്ത് പ്രവേശിക്കുന്ന മുൻപായിട്ട് അവിടെ കുടത്തിൽ വെള്ളം വെച്ചിരിക്കും. ആ വെള്ളം കൊണ്ട് പാദങ്ങൾ കഴുകണം. അതൊരു ധനവാന്റെ കുടുംബമാണെങ്കിൽ ധനവാന്റെ പാദം കഴുകുവാനായിട്ട് ദാസരുണ്ടായിരിക്കും. അതൊരു ഗുരുവിൻ്റെ സ്ഥലമാണെങ്കിൽ ഗുരുവിൻ്റെ പാദം കഴുകുവാനായിട്ട് ശിഷ്യന്മാരുണ്ടായിരിക്കും. യേശുവിനെ അപ്പോസ്തലന്മാർ ഗുരുവെന്നും നാഥനുമെന്ന് വിളിച്ചു. ശരിയുമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകി. എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്രകാരം ഞാൻ ചെയ്തുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗുരുവാണ്, നാഥനാണ്, യജമാനാണ്. യജമാനന്റെ പാദങ്ങൾ കഴുകേണ്ടത് ദാസരാണ്. ഗുരുവിൻ്റെ പാദങ്ങൾ കഴിയേണ്ടത് ശിഷ്യരാണ്. ധനവാന്റെ പാദങ്ങൾ കഴുകേണ്ടത് അടിമയാണ്. ഈ അടിമയുടെയും ഒക്കെ സ്ഥാനം യേശു അലങ്കരിച്ചു. തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി. ഇത് ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും ധന്യമായ, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും ദിവ്യമായ ഒരു കർമ്മമാണ്. ആ കർമ്മത്തിലാണ് ക്രൈസ്തവ ലോകം മുഴുവൻ ഒരു പ്രകാരത്തിൽ അല്ല മറ്റും ആകർഷിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ കുരിശുമരണത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അതിന് ആകർഷിക്കപ്പെടുന്ന ഒരു വലിയ ദിവ്യമായ കർമ്മമാണ് പാദക്ഷാളനം. അപ്പോൾ സ്വർഗരാജ്യത്തിൽ വലിയവനാകണം താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യണം. ഈ ലോകത്തിൽ വലിയവനാകാൻ താല്പര്യം കാണിക്കും. ഇതുപോലെയൊക്കെ ചെയ്താൽ ദൈവത്തിൻ്റെ മുൻപിലും സമൂഹത്തിൻ്റെ മുമ്പിലും സമുദായത്തിൻ്റെ മുമ്പിലും നമ്മുടെ മനസ്സാക്ഷിയുടെ മുമ്പിലും നമ്മളൊക്കെ വലിയവരായിരിക്കും. അതിന് നമ്മൾ വിചാരിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും സാന്നിധ്യവും നമുക്കുണ്ടാകണം. അങ്ങനെ പൗരോഹിത്യ സ്ഥാപനം, കുർബാന സ്ഥാപനം, സ്നേഹത്തിൻ്റെ കാര്യം. മറ്റൊന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് ഈ സക്രാരി തുറന്നെടുക്കുകയാണ്. സക്രാരിയൊന്നുമില്ല. കുർബാനയ്ക്ക് ശേഷം ദിവ്യ കാരുണ്യം ഈ സക്രാരിയിൽ വയ്ക്കാതെ ഇവിടെ നിന്നും എടുത്ത് പ്രത്യേകമായ രീതിയിൽ അലങ്കരിച്ച് വച്ചിട്ടുള്ള സ്ഥലത്തെക്കുറിച്ച് നോക്കും. അവിടെ വിശ്വാസികൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആരാധന സഹജമായ രീതിയിൽ നിന്ന് ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് കടക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ ഓൾട്ടർ ഓഫ് റിപ്പോസ് മാറ്റി വേറെ. അതിൻ്റെ പ്രത്യേകത, ആദ്യ ക്രൈസ്തവ സമൂഹത്തിൽ സക്രാരിയിലെ കുസ്തോതി അല്ലെങ്കിൽ ദിവ്യകാരം സൂക്ഷിച്ചിരുന്നത് ഇതുപോലെയുള്ള ഓപ്പൺ സ്ഥലത്തായിരുന്നില്ല. പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു സൈഡിൽ വെക്കും. അവിടെയാണ് വിശ്വസിക്ക് ധ്യാനപരമായിട്ടും പ്രാർത്ഥനപരമായിട്ടും ഒക്കെ സംഭവിച്ചത്. അങ്ങനെ ഒരു ആശയം സഭ ഇന്നേ ദിനത്തിൽ തരുന്നതുകൊണ്ട് അത് മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിലും അവിടെ സ്ഥാപിച്ച പൗരോഹിത്യത്തിലും വിശിഷ്യ അവിടെ നിന്ന് കാട്ടിയ മനോഹരമായ അർത്ഥവത്തായ ആ പാദക്ഷാളന കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് അവർക്കുണ്ടായിട്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സുവിശേഷത്തിൽ നാം ശ്രവിച്ച സംഭവം ഇവിടെ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാദം കഴുകുന്നു എന്ന ഭാവനയിൽ യേശുവിനാൽ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് അവിടുന്നുമായി പങ്കാളിത്തമുള്ളവരാകുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇപ്പോൾ
അപ്പോസ്തലന്മാരെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരും ബലിവേദിയുടെ മുന്നിൽ വന്ന് തലകുനിച്ച് പുരോഹിതനിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുന്ന കർമ്മമാണ്. നമുക്കേവർക്കും ഭക്തിപൂർവ്വം ഇതിൽ പങ്കുചേരാം. അന്തിമ ഭോജനവേളയിലീശൻ പന്തിയിൽ നിന്നുമെഴുന്നേറ്റു. ജലകുംഭങ്ങളുമൊന്നുമെടുത്തു കരുണാപൂരിതന ഭഗവാൻ കഴുകുകയായി ശിഷ്യന്മാരുടെ പാദമതാർക്കും മാതൃകയാ. അന്തിമ ഭോജനവേളയിലേശൻ പന്തിയിൽ നിന്നുമെഴുന്നേറ്റു. ഈശോ ശീമോൻ പത്രോസിൻ മുന്നിലണഞ്ഞൊരു നേരത്ത് പത്രോസിനൊരു സംശയമാ. നാഥൻ പാദം കഴുകുകയോ, നാഥൻ പാദം കഴുകുകയോ. ഈശോ ശീമോൻ പത്രോസിൻ മുന്നിലണഞ്ഞൊരു നേരത്ത് പത്രോസിനൊരു സംശയമാ. നാഥൻ പാദം കഴുകുകയോ, നാഥൻ പാദം കഴുകുകയോ. പുഞ്ചിരി പൊഴിയും മുഖകമലം മെല്ലെ മുഴിഞ്ഞീ വാണികളെ. നിൻ ശരണം ഞാൻ കഴുകായിൽ ഇല്ല നിനക്കിൻ പങ്കേതും. നിൻ ശരണം ഞാൻ കഴുകായിൽ ഇല്ല നിനക്കിൻ പങ്കേതും. ഈശോ ശീമോൻ പത്രോസിൻ മുന്നിലണഞ്ഞൊരു നേരത്ത് പത്രോസിനൊരു സംശയമാ. നാഥൻ പാദം കഴുകുകയോ, നാഥൻ പാദം കഴുകുകയോ. ഞാനീ ചെയ്തതിനർത്ഥങ്ങൾ നീ ഇന്നിപ്പോൾ അറിയില്ല. എന്നാലായതു നീ പിന്നെ നന്നായി തന്നെ അറിഞ്ഞിടും. ഈശോ ശീമോൻ പത്രോസിൻ മുന്നിലണഞ്ഞൊരു നേരത്ത് പത്രോസിനൊരു സംശയമാ. നാഥൻ പാദം കഴുകുകയോ, നാഥൻ പാദം കഴുകുകയോ. നയമായൊരു കൽപ്പനയെന്ന് നിങ്ങൾക്കായിത നൽകുന്നു. നിങ്ങളെ ഞാൻ സ്നേഹിച്ച പോലവെ നിങ്ങളന്യോന്യം സ്നേഹിപ്പിൻ. നിങ്ങളന്യോന്യം സ്നേഹമാർന്നീക നേവുമെങ്കിലും നിർണയം. എന്റെ വത്സല ശിഷ്യരെന്നു ലോകമാകെ അറിയുമേ.
നവ്യമായൊരു കൽപ്പനയിന്ന് നിങ്ങൾക്കായിത നൽകുന്നു. നിങ്ങളെ ഞാൻ സ്നേഹിച്ച പോലവെ നിങ്ങളന്യോന്യം സ്നേഹിപ്പിൻ. നിങ്ങളന്യോന്യം സ്നേഹമാർന്നീക മേകുമെങ്കിലും നിർണയം എന്റെ വത്സല ശിഷ്യരെന്നുത ലോകമാകെയറിയുമേ. ദൈവവചനം ശ്രവിക്കുകയും ദൈവവചനത്താൽ വിശുദ്ധീകൃതമാവുകയും ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടുകൂടി ദിവ്യബലി അർപ്പിക്കാം. പരമപിതാവിന് ഈശോനാഥൻ സ്വയം അർപ്പിക്കുന്ന ബലിയിൽ ഒത്തുചേരാനുള്ള ഒരുക്കം കാഴ്ച സമർപ്പണത്തിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം. ബലിവേദിയിലേക്ക് സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതാനും പേർ കാഴ്ച വസ്തുക്കളുമായി പ്രദർശനമായി വരുന്നു. സ്തോത്ര കാഴ്ച അർപ്പിച്ചുകൊണ്ട് സമൂഹം മുഴുവൻ കാഴ്ച അർപ്പണത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ ഗായക സംഘത്തോടൊപ്പം നമുക്കും കാഴ്ച സമർപ്പണ ഗാനത്തിൽ പങ്കുചേരാം. സ്നേഹമെവിടെ ഉപവിയെവിടെ ദൈവമുണ്ടവിടെ ദൈവമുണ്ടവിടെ ക്രിസ്തുവിൻ തിരു സ്നേഹമൊന്ന ചേർത്തിരാനമ്മേ ചേർത്തിരാനമ്മേ. ഉല്ലസിക്കുക ക്രിസ്തുവിൽ നാം ഹർഷപുളകിതരാ. ഉല്ലസിക്കുക ക്രിസ്തുവിൽ നാം ഹർഷപുളകിതരാ. ദൈവസ്നേഹം ദൈവഭയവും വളരണം നമ്മീ വളരണം നമ്മീ. സ്നേഹമെവിടെ ഉപവിയെവിടെ ദൈവമുണ്ടവിടെ ദൈവമുണ്ടവിടെ. നമ്മൾ തമ്മിൽ ഹൃദയപൂർവം പകരണം സ്നേഹം. നമ്മൾ തമ്മിൽ ഹൃദയപൂർവം പകരണം സ്നേഹം. നമ്മളൊന്നായി ചേർന്നിടുമ്പോൾ മനസ്സിൽ ഭിന്നതയോ മനസ്സിൽ ഭിന്നതയോ. സ്നേഹമെവിടെ ഉപവിയെവിടെ ദൈവമുണ്ടവിടെ ദൈവമുണ്ടവിടെ. സണ്ടപോൾ കിട മത്സരങ്ങൾ മറയണം വേഗം. ഷണ്ടപോൾ കിട മത്സരങ്ങൾ ആകെ മാറ്റുക നാം. ക്രിസ്തുനാഥൻ
നമ്മിലെന്നും വാഴണം മേൽമേ, വാഴണം മേൽമേ. സ്നേഹമെവിടെ, ഉപവിവിടെ, ദൈവമുണ്ടവിടെ, ദൈവമുണ്ടവിടെ. ധന്യരായവർ മഹിതമാം നിൻ പദമലർ ചൂടാൻ, ധന്യരായവർ മഹിതമാം നിൻ പദമലർ ചൂടാൻ. സ്വർഗഭാഗ്യം അരുളണം നീ സകലമെൻ നാഥാ, സകലമെൻ നാഥാ. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ, ദൈവമുണ്ടവിടെ. ഉല്ലസിക്കുക ക്രിസ്തുവിൽ നാം ഹർഷപുളകിതരാ, ഉല്ലസിക്കുക ക്രിസ്തുവിൽ നാം ഹർഷപുളകിതരാ. ദൈവസ്നേഹം ദൈവഭയവും വളരണം നമ്മിൽ, വളരണം നമ്മിൽ. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ, ദൈവമുണ്ടവിടെ. ക്രിസ്തുവിൽ തിരുസ്നേഹമൊന്ന ചേർത്തിദാനമ്മേ, ചേർത്തിദാനമ്മേ. സ്നേഹമെവിടെ, ഉപവിയെവിടെ, ദൈവമുണ്ടവിടെ, ദൈവമുണ്ടവിടെ. സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മതത്തെ ക്രിസ്തവ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണകർമ്മമാണല്ലോ നിവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യരഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ
ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യസത്യപുരോഹിതനായ അവിടുന്ന് സനാതന ബലിയുടെ മാതൃക സ്ഥാപിച്ചുകൊണ്ട് ആദ്യമായി തന്നെ അങ്ങേക്ക് രക്ഷാകര ബലിയായി അർപ്പിക്കുകയും അവിടത്തെ ഓർമ്മയ്ക്കായി അർപ്പിക്കുവാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി അർപ്പിക്കപ്പെട്ട അവിടുത്തെ ശരീരം ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും ഞങ്ങൾക്കായി ചിന്തപ്പെട്ട രക്തം പാനം ചെയ്യുമ്പോൾ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും പ്രജ്ഞാസന്മാരോടും അതീശന്മാരോടും സ്വർഗീയ സൈന്യങ്ങളുടെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹി വിണ്ടലവും നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹി വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക്
കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴില്ല കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളായി പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവ് ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമേയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള അവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും ഒത്ത്
ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നൊരു രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ഭൂതിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കാലപിക്കാം. വാഴും ഞങ്ങളുടെ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ള പാരിലും ആയിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ
അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഇതു നിങ്ങൾക്ക് അർപ്പിതമെന്റെ ശരീരം. നിയമത്തിൽ മമ രക്തം വരച്ച ശരം. സതതം നിങ്ങൾ പാനം ചെയ്തിടുമപ്പോ ഉണരട്ടെ എൻ ഓർമ്മകൾ നിങ്ങളുടെ വൃത്തിൽ. സതതം നിങ്ങൾ പാനം ചെയ്തിടുമപ്പോ ഉണരട്ടെ എൻ ഓർമ്മകൾ നിങ്ങളുടെ വൃത്തിൽ. ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സമയമാണ്. കുമ്പസാരിച്ച് ഒരുങ്ങിയവർ മാത്രം സ്വീകരണത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വസ്ഥാനങ്ങളിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കുക. ബാക്കിയുള്ളവർ സ്വസ്ഥമായിട്ടിരിക്കുക. വൈദികർ, സന്യസ്തർ ദിവ്യകാരുണ്യമായി നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും.
ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാണു നീ. ഭിന്നതകൾ മറന്നു ചേരാൻ കൂട്ടായ്മയിൽ വളർന്നിടാൻ ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പനുഭവം നൽകിയാലും. ഐക്യത്തിൽ ഞങ്ങൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പനുഭവം നൽകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. അനുരഞ്ജനത്തിൻ്റെ വരദാനമേകുന്ന കൂദാശയർപ്പണമല്ലോ. ശത്രുകൾ മറന്നു ചേരാൻ രമ്യതയിൽ തഴച്ചിടാൻ സ്വർഗത്തിൽ ഞങ്ങൾ വാഴാൻ തുണയ്ക്കു ബലിദാന ചൈതന്യമേകിയാലും. സ്വർഗത്തിൽ ഞങ്ങൾ വാഴാൻ തുണയ്ക്കും ബലിദാന ചൈതന്യമേകിയാലും. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ.
എനിക്ക് പങ്കുവയ്പ്പനുഭവം നൽകിയാലും ഐക്യത്തിൽ നമ്മൾ പുലരാൻ തുണയ്ക്കും പങ്കുവയ്പ്പനുഭവം നൽകിയാലും ദിവ്യകാരുണ്യമേ ബലിവേദിയേ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. ജീവൻ സമർത്ഥമായി ഉണ്ടാകുവാൻ നീ എന്നും മുറിക്കപ്പെടുന്നു. സ്വയമേ ശൂന്യമാകുന്നു. ദിവ്യകാരുണ്യമേ ബലിവേദിയിൽ ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇഹത്തിൽ അങ്ങേ പുത്രന്റെ അത്താഴത്താൽ പരിപോഷിതരായതുപോലെ പരത്തിലും സംതൃപ്തിയടയുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.